ഇന്ത്യ ഉറപ്പായി നോർത്ത് കൊറിയയായി മാറും. അതിന്റെ വലിയൊരു ഉദാഹരണം നിങ്ങൾക്ക് തരാം. രാജ്യം മൊത്തം വോട്ട് ചോരിയുടെ പേരിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഗവൺമെന്റ് സൈലന്റ് ആയിട്ട് 2 മിനിറ്റ് കൊണ്ട് ഒരു ഇൻകം ടാക്സ് ബിൽ പാസ് ചെയ്തു. ഈ പുതിയ ബില്ലിന്റെ ക്ലോസ് 247 പ്രകാരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഗവൺമെന്റിന് ജനങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വാട്സ്ആപ്പ് ചാറ്റുകൾ, ടെലിഗ്രാം ചാറ്റുകൾ ഇതെല്ലാം തന്നെ യാതൊരുവിധ ലീഗൽ പെർമിഷൻസും ഇല്ലാതെ ആക്സസ് ചെയ്യാൻ പറ്റും. അതായത് പൊതുജനങ്ങളുടെ പ്രൈവസി, ട്രാൻസ്പെറൻസി എന്ന പേരിൽ ഗവൺമെന്റ് ആക്സസ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ വെറുതെ വന്നിരുന്ന് തള്ളിവിടണമെന്ന് പറയുന്നതിന് മുന്നേ ഗൂഗിളിൽ കയറിയിട്ട് ന്യൂ ഇൻകം ടാക്സ് ബിൽ 2025 ക്ലോസ് 247 എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. ഷോക്കിംഗ് കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ബില്ലിൽ എങ്ങും തന്നെ നമ്മുടെ പ്രൈവസിയിലോട്ട് കടക്കാനായി കോടതിയുടെ പെർമിഷനോ ഒരു വാറന്റിന്റെ പോലും ആവശ്യമുണ്ടെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. ഇതേ ട്രാൻസ്പെറൻസി വോട്ട് ചോരിയുടെ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ മറുപടി ഇതാണ്. അതായത് വോട്ടിംഗ് ബൂത്തിൽ വന്ന് നിൽക്കുന്ന അമ്മമാരുടെയും പെങ്ങന്മാരുടെയും വീഡിയോസ് പുറത്തു വിടാൻ പറ്റില്ല. കുളിമുറിയിൽ കുളിച്ചോണ്ടിരിക്കുന്ന വീഡിയോ അല്ല ചോദിച്ചത്. പബ്ലിക് ആയിട്ട് ഇലക്ഷൻ ബൂത്തിൽ വോട്ട് ചെയ്യുന്നതിന്റെ വിഷ്വൽസ് ആണ് ചോദിച്ചത്. അത് ഇവർക്ക് പുറത്തു വിടാൻ പറ്റില്ല. പിന്നെ ഇതേ ട്രാൻസ്പെറൻസിയുടെ കാര്യം തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഇലക്ടോറൽ ബോണ്ട് വഴി ഏതൊക്കെ പാർട്ടികൾക്ക് എത്രയൊക്കെ രൂപ കമ്പനികൾ കൊടുത്തിട്ടുണ്ടെന്ന് പുറത്തുവിടാൻ പറ്റുമോ? അവിടെ പ്രൈവസി ഉണ്ട്. ഇങ്ങനെ പോയാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ ഫോണിൽ ഏത് ആപ്പ് യൂസ് ചെയ്യണമെന്നും ആർക്ക് മെസ്സേജ് അയക്കണമെന്നും ഗവൺമെന്റ് തീരുമാനിക്കും. ഇതേ സെയിം സംഭവങ്ങളാണ് നോർത്ത് കൊറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്ത്യ നോർത്ത് കൊറിയ ആവാൻ അധികം സമയമില്ലെന്ന്. ഇതൊരു പാർട്ടിക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ വേറൊരു പാർട്ടിനെ സപ്പോർട്ട് ചെയ്തല്ല ഞാൻ സംസാരിക്കുന്നത്. കാരണം എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ എല്ലാവരും കള്ളന്മാരാണ്. LDFന്റെ ശബരിമല കേസായാലും സ്വർണ്ണക്കടത്ത് കേസായാലും എല്ലാം എടുത്തു നോക്കി കഴിഞ്ഞാൽ അവിടെ കറപ്ഷൻ ആണ് നടന്നിട്ടുള്ളത്. അതേപോലെ കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിട്ടുള്ള 60 വർഷത്തോളം തൂത്തുവാരി കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ നമ്മളെ പോലെയുള്ള സാധാരണ പൊതുജനങ്ങളുടെയാണ്, ഒരു പാർട്ടിക്കാരന്റെ പ്രശ്നമല്ല. ഇവിടെ ഡെമോക്രസിയാണ് ഇവിടുത്തെ ഇഷ്യൂ. ഈ കഴിഞ്ഞ 4 വീഡിയോ കണ്ടിട്ട് കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിന് ശരിക്കും സൊല്യൂഷൻ ഉള്ളത്. ഞാനിപ്പോ ഒരു സൊല്യൂഷൻ പറയുവാണെങ്കിൽ അത് എന്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും. അത് എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഇലക്ഷനിൽ വോട്ട് ചെയ്യുമ്പോൾ ബ്രാൻഡ് നോക്കി വോട്ട് ചെയ്യാണ്ടിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം. ബ്രാൻഡ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് BJPയുടെ ബ്രാൻഡാണ് മോദി, കോൺഗ്രസിന്റെ ബ്രാൻഡാണ് രാഹുൽ ഗാന്ധി, LDFന്റെ ബ്രാൻഡാണ് പിണറായി വിജയൻ. ഇവരെ നോക്കിയിട്ടല്ല നിങ്ങളുടെ പഞ്ചായത്തിലോ നിങ്ങളുടെ വാർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലോ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടത്. നിങ്ങളുടെ വാർഡിൽ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആ വാർഡിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളിലെല്ലാം ഓടി നടന്ന് പ്രവർത്തിച്ചിട്ടുള്ള ജനസേവനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും. അത് എല്ലാ വാർഡുകളിലും ഉണ്ട്. ആ വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പാർട്ടിയിൽ നിൽക്കുന്ന കൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ബ്രാൻഡിലുള്ള ആൾക്കാരെ കണ്ടിട്ട് മറ്റേ പാർട്ടിക്ക് വോട്ട് കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ പുതിയ ആൾക്കാരെ ജയിപ്പിക്കണം. രാഷ്ട്രീയത്തിൽ ഒരു പദവി ഇല്ലാത്തപ്പോൾ പോലും നാടിന് വേണ്ടി നല്ലത് ചെയ്യാനും മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും മനസ്സ് കാണിക്കുന്ന ആൾക്കാരെ ഇലക്ഷനിൽ നിർത്താൻ ശ്രമിക്കണം, അവരെ വിജയിപ്പിക്കാൻ ശ്രമിക്കണം. ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. BJPക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വോട്ട് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങളുടെ വാർഡിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി BJPയുടെ ആളായിരിക്കും. നിങ്ങൾ അവർക്ക് വോട്ട് കൊടുത്തോ, ഒരു പ്രശ്നവും. ഇവിടെ BJPക്ക് വോട്ട് ചെയ്യരുതെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ ഇന്ന് എടുത്തു തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ പറ്റും.